എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2014 സെപ്റ്റംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 പരീക്ഷയിലെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയാണ് അഥവാ സൈക്കോളജിയാണ്. നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, ക്ലാസിക്കൽ അനുബന്ധന പ്രക്രിയയിലൂടെ മനുവിനെ വെളുത്ത എലികളെ ഭയപ്പെടാൻ പഠിപ്പിച്ചു. അവൻ പിന്നീട് വെളുത്ത മുയലുകളെ കണ്ടപ്പോഴും പേടിക്കുന്നു. ഇവിടെ സംഭവിക്കുന്ന പ്രക്രിയ ഏതാണ്? ക്ലാസിക്കൽ അനുബന്ധന പ്രക്രിയയിലൂടെ മനുവിനെ വെളുത്ത എലികളെ ഭയപ്പെടാൻ പഠിപ്പിച്ചു. അവൻ പിന്നീട് വെളുത്ത മുയലുകളെ കണ്ടപ്പോഴും പേടിക്കുന്നു. ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രക്രിയ എന്താണ്? എ. എക്സ്റ്റിങ്ഷൻ. ബി. ചോദകങ്ങളുടെ വ്യത്യസ്തത തിരിച്ചറിയൽ. സി. ചോദകങ്ങളുടെ സാമാന്യവൽക്കരണം. ഡി. അനുബന്ധിത പ്രതികരണത്തിന്റെ തിരിച്ചുവരവ്. ഉത്തരം സി ആണ്. ചോദകങ്ങളുടെ സാമാന്യവൽക്കരണം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ചോദകങ്ങളുടെ സാമാന്യവൽക്കരണമാണ്. ചോദ്യം 2, പ്രബന്ധരചനാ മത്സരത്തിൽ താഴ്ന്ന ഗ്രേഡ് നേടിയ വിദ്യാർത്ഥി വിധികർത്താക്കളെ പക്ഷവാദികൾ എന്ന് കുറ്റപ്പെടുത്തുന്നു. വിദ്യാർത്ഥി അനുവർത്തിച്ചിരിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ്? പ്രബന്ധരചനാ മത്സരത്തിൽ താഴ്ന്ന ഗ്രേഡ് നേടിയ വിദ്യാർത്ഥി വിധികർത്താക്കളെ പക്ഷവാദികൾ എന്ന് കുറ്റപ്പെടുത്തുന്നു. വിദ്യാർത്ഥി അനുവർത്തിച്ചിരിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ്? എ. ആദേശനം അഥവാ ഡിസ്പ്ലേസ്മെന്റ്. ബി. പശ്ചാത്ഗമനം അഥവാ റെഗ്രഷൻ. സി. യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ. ഡി. പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. ഇതിലേതാണ് ആ കുട്ടി സ്വീകരിച്ചിരിക്കുന്ന പ്രതിരോധ തന്ത്രം? ഉത്തരം ഡി ആണ്. പ്രക്ഷേപണമാണ് അഥവാ പ്രൊജക്ഷൻ. എന്താണ് പ്രക്ഷേപണം? പല പോരായ്മകളുമുള്ള ഒരു വ്യക്തി മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തിക്കൊണ്ടേയിരിക്കുക. അതായത് ഈ ശീലം ഒരാളിൽ വളർന്നു വന്നാൽ സ്വയം പരാജയങ്ങൾക്കുള്ള ഉത്തരവാദിത്തം അയാൾ മറ്റു വ്യക്തികളിലോ ഉപകരണങ്ങളിലോ ഒക്കെ ആരോപിച്ചുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് പന്ത് നെറ്റിലടിച്ച ഒരു ടെന്നീസ് കളിക്കാരൻ, അയാൾ കളിച്ചപ്പോൾ പന്ത് നെറ്റിൽ കൊണ്ടു. അപ്പോൾ അയാൾ റാക്കറ്റിലേക്കാണ് നോക്കുക. അയാൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ടെന്നീസ് റാക്കറ്റിലേക്ക് നോക്കും. കാരണം ഇയാളുടെ കുഴപ്പം കാരണത്താലല്ല, ഈ ടെന്നീസ് റാക്കറ്റിന്റെ കുഴപ്പം കാരണത്താലാണ് അത് സംഭവിച്ചിരിക്കുന്നത് എന്ന മനോഭാവത്തോടു കൂടി അയാൾ ടെന്നീസിന്റെ ആ കളിക്കുന്ന റാക്കറ്റിലേക്കാണ് അയാൾ നോക്കുക. സ്വന്തം കുറ്റമായിട്ട് അയാൾ അത് അംഗീകരിക്കില്ല. ഇതിനാണ് പ്രൊജക്ഷൻ അഥവാ പ്രക്ഷേപണം എന്ന് പറയുന്നത്. ചോദ്യം നമ്പർ 3, ഒരു പ്രശ്ന പരിഹരണത്തിന്റെ ഭാഗമായി പല പരിഹാര സാധ്യതകളിൽ നിന്നും ഒരു പ്രത്യേക ശരിയുത്തരത്തിൽ നിങ്ങൾ എത്തുന്ന രീതി. ഒരു പ്രശ്ന പരിഹരണത്തിന്റെ ഭാഗമായി പല പരിഹാര സാധ്യതകളിൽ നിന്നും ഒരു പ്രത്യേക ശരിയുത്തരത്തിൽ നിങ്ങൾ എത്തുന്ന രീതി. എ. കൺവർജന്റ് ചിന്ത അഥവാ കൺവർജന്റ് തിങ്കിങ്. ബി. ഡൈവർജന്റ് ചിന്ത അഥവാ ഡൈവർജന്റ് തിങ്കിങ്. സി. ഉൾക്കാഴ്ച അഥവാ ഇൻസൈറ്റ്. ഡി. ശ്രമ പരാജയം ട്രയൽ ആൻഡ് എറർ. ഉത്തരം ഏതാണ്? ഉത്തരം എ ആണ്. കൺവർജന്റ് ചിന്ത അഥവാ കൺവർജന്റ് തിങ്കിങ്. ഒരു പ്രശ്ന പരിഹരണത്തിന്റെ ഭാഗമായി പല പരിഹാര സാധ്യതകളിൽ നിന്നും ഒരു പ്രത്യേക ശരിയുത്തരത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്ന രീതിയാണ് കൺവർജന്റ് ചിന്ത. എ ആണ് ഉത്തരം. 4ാമത്തെ ചോദ്യം, നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? എ. ടേമിന്റെ അവസാനം നടത്തേണ്ടത്. നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ ടേമിന്റെ അവസാനം നടത്തേണ്ടതാണ് എന്നാണ് എ എന്ന ഓപ്ഷൻ പറയുന്നത്. ബി. പഠനത്തിന് ശേഷം നടക്കേണ്ടത്. സി. പഠനത്തിന് മുമ്പ് നടക്കേണ്ടത്. ഡി. പഠനത്തോടൊപ്പം നടക്കേണ്ടത്. ഏതാണ് ശരി? ശരി ഡി ആണ്. പഠനത്തോടൊപ്പം നടക്കേണ്ടതാണ് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ. അപ്പൊ ഡി എന്ന ഓപ്ഷനാണ് ശരി. 5ാമത്തെ ചോദ്യം നോക്കാം. മീര, റാണി എന്നിവർ 12 വയസ്സുള്ള കുട്ടികളാണ്. അവരുടെ വയസ്സ് 12 ആണ്.
അവരുടെ മാനസിക വയസ്സ് 8, 12 എന്നീ ക്രമത്തിലാണ്. അഥവാ മീരയുടേത് 8 റാണിയുടേത് 12 മാനസിക വയസ്സ്. സാധാരണ വയസ്സ് അവർ രണ്ടുപേർക്കും 12. ബുദ്ധിമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ എങ്ങനെ വിശദീകരിക്കാം? ബുദ്ധിമാനം എന്താണ്? ബുദ്ധിമാനം എന്നാൽ ഇന്റലിജൻസ് കോഷ്യന്റ് അഥവാ IQ. IQവിന്റെ അടിസ്ഥാനത്തിൽ അവരെ എങ്ങനെ വിശദീകരിക്കാം? ഇതാണ് ചോദ്യം. അപ്പോൾ IQ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. IQ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ. അതിൻ്റെ സൂത്രവാക്യം എങ്ങനെയാണ്? MA/CA × 100 അല്ലേ? ഇതാണ് അതിലെ സൂത്രവാക്യം. അപ്പോൾ MA എന്ന് പറഞ്ഞാൽ മാനസിക വയസ്സാണ്. ആദ്യം നമുക്ക് മീരയുടേത് നോക്കാം. മീരയുടെ ഇന്റലിജൻസ് കോഷ്യൻ അഥവാ ബുദ്ധിമാനം ആദ്യം കണ്ടുപിടിക്കാം. മീരയുടെ മെന്റൽ ഏജ് എത്രയാണ്? 8. അവരുടെ ക്രോണോളജിക്കൽ ഏജ് അഥവാ സാധാരണ വയസ്സ് എത്രയാണ്? 12. എന്നിട്ട് 100 കൊണ്ട് ഗുണിക്കുക. 100 അപ്പോൾ എത്ര കിട്ടും? 8നെ 4 കൊണ്ട് 8നെ 12നെ ഹരിക്കാം. അപ്പോൾ 2/3 എന്ന് കിട്ടും. അപ്പോൾ 200/3 എന്നുള്ള നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 66.66 അല്ലെ 66.66 എന്ന് കിട്ടും. ഇനി റാണിയുടെ നമുക്ക് ചെയ്ത് നോക്കാം. റാണിയുടെ മെന്റൽ ഏജ് എത്രയാണ്? റാണിയുടെ മെന്റൽ ഏജ് 12. അവരുടെ സാധാരണ ക്രോണോളജിക്കൽ ഏജും 12. ഇതിനെ 100 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 12 വെട്ടിയാൽ 1/1 എന്ന് കിട്ടും. അപ്പോൾ 1 × 100 എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ ഇവരുടെ IQ നമുക്ക് കിട്ടി. ഇനി അടുത്തത് ബുദ്ധിമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ എങ്ങനെ വിശദീകരിക്കാം എന്നാണ് അവസാനം പറയുന്നത്. അതായത് ഈ IQ റാണിയുടേത് 100 കിട്ടി, മീരയത് 66.66 കിട്ടി. അപ്പോൾ ഇവരേത് ഗണത്തിൽ ഉൾപ്പെടും അതുകൂടി നമ്മളിവിടെ പഠിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റൂ. അപ്പം നമുക്കറിയാം IQ 90നും 109നും ഇടയിലാണെങ്കിൽ അവർ ആവറേജുകാരാണ്. അപ്പോൾ റാണി ആവറേജാണ്, അത് മനസ്സിലായി. മീരയോ 66.66 മീരയുടേത്. 70ന് താഴെ IQ ഉള്ളവരെ മന്ദബുദ്ധികൾ അഥവാ മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തുക. അപ്പോൾ 66.66 എന്ന് പറഞ്ഞാൽ ഈ മന്ദബുദ്ധികളെ തന്നെ 3ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. മോറോൺസ്, ഇംബസൈൽസ്, ഇഡിയറ്റ്സ്, ഇങ്ങനെ 3ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. 50നും 69നും ഇടയിലുള്ളവർ മോറോൺസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നമുക്ക് നോക്കാം, ഈ ഓപ്ഷനുകൾ വായിച്ചു നോക്കാം. ശരാശരി മാനസിക വെല്ലുവിളി നേരിടുന്ന. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആദ്യം മീരയെ കുറിച്ചാണ് പറയുന്നത്, പിന്നെ റാണിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പം മീര ശരാശരിയാണ്, റാണി മാനസിക വെല്ലുവിളി നേരിടുന്നതാണ് എന്നാണ് A എന്ന ഓപ്ഷനിൽ പറയുന്നത്. അത് ശരിയാണോ? അല്ല, മീര ശരാശരി അല്ല. ശരാശരി എന്ന് പറയുന്നത് റാണിയാണ്. 100 ഉള്ളത് കൊണ്ട് റാണിയെ കുറിച്ച് ശരാശരി എന്ന് പറയും. അപ്പോൾ ഇത് തിരിച്ചിട്ടാൽ ഒരു പക്ഷേ ആവും അല്ലേ? ഇനി നോക്കാം, B എന്ന ഓപ്ഷൻ നോക്കാം. ശരാശരി ശരാശരിക്ക് മുകളിൽ. അതല്ല, മീര ശരാശരിക്ക് മുകളിൽ അല്ലല്ലോ, റാണി ശരാശരിയാന്ന് നമുക്കറിയാം. പക്ഷെ അത് ഈ ക്രമത്തിലല്ല വരേണ്ടത്. C മാനസിക വെല്ലുവിളി നേരിടുന്ന ശരാശരി. അപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന അതാരാണ്? മീര അല്ലേ? മീര മാനസിക വെല്ലുവിളി നേരിടുന്നതാണ്. റാണി ശരാശരിയാണ്. ഓക്കെ, അപ്പോൾ C എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. 6 കുട്ടികളിലെ വർക്കിംഗ് മെമ്മറി പ്രയോജനപ്പെടുത്താൻ അധ്യാപിക പ്രാഥമികമായി ചെയ്യേണ്ടത്. കുട്ടികളിലെ വർക്കിംഗ് മെമ്മറി പ്രയോജനപ്പെടുത്താൻ അധ്യാപിക പ്രാഥമികമായി ചെയ്യേണ്ടത്: A പഠന വസ്തുതകൾ പലതവണ ആവർത്തിക്കാൻ അവസരം നൽകുക. B കൂടുതൽ ശ്രദ്ധ നൽകാൻ ആവശ്യപ്പെടുക. C ഭാഷാപരമായ ചിന്തനത്തിലൂടെ ദീർഘകാല സ്മരണയിൽ അഥവാ LTMൽ ലോങ് ടേം മെമ്മറിയിൽ സൂക്ഷിക്കാൻ ആവശ്യപ്പെടുക. D ഒരു പഠനത്തിന് ശേഷം ആവശ്യമായ വിശ്രമം അനുവദിക്കുക. ഒരു പഠനത്തിന് ശേഷം ആവശ്യമായ വിശ്രമം അനുവദിക്കുക. ഏതാണ് ഉത്തരം? ഉത്തരം D ആണ്. ഒരു പഠനത്തിന് ശേഷം ആവശ്യമായ വിശ്രമം അനുവദിക്കുക. 7ാമത്തെ ചോദ്യം.
ചോംസ്കിയുടെ അഭിപ്രായത്തിൽ നാം ആശയങ്ങളെ വ്യത്യസ്ത രീതിയിൽ പ്രകടിപ്പിക്കുന്നത് ഡേഷ് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. ചോംസ്കിയുടെ അഭിപ്രായത്തിൽ നാം ആശയങ്ങളെ വ്യത്യസ്ത രീതിയിൽ പ്രകടിപ്പിക്കുന്നത് ഡേഷ് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. എ ഫങ്ഷണൽ, ബി ഡിസ്ജങ്ക്റ്റീവ്, സി ജനറേറ്റീവ്, ഡി ട്രാൻസ്ഫോർമേഷൻ. ഉത്തരം ഡി ആണ്, ട്രാൻസ്ഫോർമേഷൻ. ചോംസ്കിയുടെ അഭിപ്രായത്തിൽ നാം ആശയങ്ങളെ വ്യത്യസ്ത രീതിയിൽ പ്രകടിപ്പിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. ഡി ആണ് ഉത്തരം. 8. താഴെ പറയുന്നവയിൽ അഭിപ്രേരണയുടെ ഘടകങ്ങൾ സംബന്ധിച്ച ശരിയായ രേഖപ്പെടുത്തൽ ഏത്? താഴെ പറയുന്നവയിൽ അഭിപ്രേരണയുടെ ഘടകങ്ങൾ സംബന്ധിച്ച ശരിയായ രേഖപ്പെടുത്തൽ ഏത്? എ പിരിമുറുക്കം, ആവശ്യം, പ്രേരകം. ബി പ്രേരകം, പിരിമുറുക്കം, ആവശ്യം. സി ആവശ്യം, പിരിമുറുക്കം, പ്രേരകം. ഇതിങ്ങനെ മാറ്റി മാറ്റി കൊടുത്തിരിക്കുകയാണ്. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഇതിൽ ശരി സി ആണ്. ആവശ്യം, പിരിമുറുക്കം, പ്രേരകം. സി എന്ന ഓപ്ഷനാണ് ശരി. 9. ഒരു കുട്ടി അവന്റെ ഇളയ സഹോദരിയെ പുസ്തകം വായിക്കാൻ സഹായിക്കുന്നു. ഇവിടെ ആൺകുട്ടി നൽകുന്ന പഠന സഹായത്തെ വിശേഷിപ്പിക്കാവുന്നത്? ഒരു കുട്ടി അവന്റെ ഇളയ സഹോദരിയെ പുസ്തകം വായിക്കാൻ സഹായിക്കുന്നു. ഇവിടെ ആൺകുട്ടി നൽകുന്ന പഠന സഹായത്തെ വിശേഷിപ്പിക്കാവുന്നത്? എ മെന്ററിംഗ്, ബി കൈത്താങ് നൽകൽ അഥവാ സ്കഫോൾഡിംഗ്, സി ബോധനം അഥവാ ടീച്ചിങ്, ഡി നിർദ്ദേശിക്കൽ അഥവാ ഇൻസ്ട്രക്റ്റിംഗ്. ഉത്തരം ബി ആണ്, കൈത്താങ് നൽകൽ അഥവാ സ്കഫോൾഡിംഗ്. ഒരു കുട്ടി അവന്റെ ഇളയ സഹോദരിയെ പുസ്തകം വായിക്കാൻ സഹായിക്കുന്നത് സ്കഫോൾഡിംഗ് ആണ്. 10. ജീനക്ക് കണക്ക് പരീക്ഷയിൽ താഴ്ന്ന ഗ്രേഡ് മാത്രമേ ലഭിച്ചുള്ളൂ. അതിനാൽ അവളുടെ രക്ഷിതാക്കൾ അവളെ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നതിൽ നിന്നും വിലക്കി. ഇവിടെ ജീനയുടെ രക്ഷിതാക്കൾ ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രം ഏതാണ്? ജീനക്ക് കണക്ക് പരീക്ഷയിൽ താഴ്ന്ന ഗ്രേഡ് മാത്രമേ ലഭിച്ചുള്ളൂ. അതിനാൽ അവളുടെ രക്ഷിതാക്കൾ അവളെ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നതിൽ നിന്നും വിലക്കി. ഇവിടെ ജീനയുടെ രക്ഷിതാക്കൾ ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രം എന്താണ്? എ നെഗറ്റീവ് പ്രബലനം അഥവാ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ബി പോസിറ്റീവ് പ്രബലനം അഥവാ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, സി പണിഷ്മെന്റ് ബൈ ആപ്ലിക്കേഷൻ, ഡി പണിഷ്മെന്റ് ബൈ റിമൂവൽ. ഉത്തരം ഡി ആണ്, പണിഷ്മെന്റ് ബൈ റിമൂവൽ ആണ്. ഒരു കാര്യം ഇതുവരെ അനുവദിച്ചിരുന്ന ഒരു കാര്യം ഒഴിവാക്കിയിട്ട് തടഞ്ഞുകൊണ്ടുള്ള ശിക്ഷ, അതാണ് പണിഷ്മെന്റ് ബൈ റിമൂവൽ. ഇതുവരെ കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ അനുവദിച്ചിരുന്നു, അപ്പോൾ അത് വിലക്കിക്കൊണ്ട് ശിക്ഷിക്കുക, അതിനാണ് പണിഷ്മെന്റ് ബൈ റിമൂവൽ എന്ന് പറയുന്നത്. എറിക്സന്റെ അഭിപ്രായത്തിൽ ഏത് മനോസാമൂഹിക വികാസ ഘട്ടത്തിലാണ് കുട്ടിക്ക് സ്വയം നിയന്ത്രണവും കഴിവുള്ളവനുമാണെന്ന തോന്നൽ ഉണ്ടാവുന്നത്? എറിക്സന്റെ അഭിപ്രായത്തിൽ ഏത് മനോസാമൂഹിക വികാസ ഘട്ടത്തിലാണ് കുട്ടിക്ക് സ്വയം നിയന്ത്രണവും കഴിവുള്ളവനുമാണെന്ന തോന്നൽ ഉണ്ടാവുന്നത്? എ സ്വയംഭരണം വേഴ്സസ് ലജ്ജയും സംശയവും, ബി പരിശ്രമം വേഴ്സസ് അധമബോധം, സി പ്രാരംഭകത്വം വേഴ്സസ് കുറ്റബോധം, ഡി വിശ്വാസം വേഴ്സസ് അവിശ്വാസം. ഉത്തരം സി ആണ്, പ്രാരംഭകത്വം വേഴ്സസ് കുറ്റബോധം. സി ആണ് ഉത്തരം. 12ാമത്തെ ചോദ്യം. മാലിനി തന്റെ 3 വയസ്സുള്ള മകൻ ബിജു കളിക്കുന്നതിനിടെ സ്വയം സംസാരിക്കുന്നത് കേൾക്കുന്നു. ബിജുവിന്റെ ഈ വ്യവഹാരത്തെ വിശേഷിപ്പിക്കാവുന്നത്? മാലിനി തന്റെ 3 വയസ്സുള്ള മകൻ ബിജു കളിക്കുന്നതിനിടെ സ്വയം സംസാരിക്കുന്നത് കേൾക്കുന്നു. സ്വയം സംസാരിക്കുകയാണ് ആ കുട്ടി. ബിജുവിന്റെ ഈ വ്യവഹാരത്തെ വിശേഷിപ്പിക്കാവുന്നത്? എ ആത്മകേന്ദ്രീകൃത ഭാഷണം ഈഗോ സെൻട്രിക് സ്പീച്ച്, ബി സ്വകാര്യ ഭാഷണം പ്രൈവറ്റ് സ്പീച്ച്, സി പൊതുഭാഷണം പബ്ലിക് സ്പീച്ച്, ഡി സാമൂഹ്യ ഭാഷണം സോഷ്യൽ സ്പീച്ച്. ഇതിലേതാണ് ഉത്തരം? 3 വയസ്സുള്ള കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കുകയാണ്.
അതിന് എന്താണ് പറയാന്നാണ് ചോദ്യം. അതിനെ പ്രൈവറ്റ് സ്പീച്ച് അഥവാ സ്വകാര്യ ഭാഷണം എന്നാണ് പറയാ. ബി ആണ് ഉത്തരം, പ്രൈവറ്റ് സ്പീച്ച്. 13. താഴെ പറയുന്നവയിൽ ഡിസ്ഗ്രാഫിയ എന്ന പഠന വൈകല്യം നേരിടുന്ന കുട്ടിയുടെ പ്രയാസം. താഴെ പറയുന്നവയിൽ ഡിസ്ഗ്രാഫിയ എന്ന പഠന വൈകല്യം നേരിടുന്ന കുട്ടിയുടെ പ്രയാസം: എ, സഹായമില്ലാതെ ആഹാരം കഴിക്കുന്നത് സംബന്ധിച്ച്. ബി, കൈയെഴുത്ത് സംബന്ധിച്ച്. സി, ഭാഷ ശരിയായി പ്രയോഗിക്കാൻ കഴിയാത്തത് സംബന്ധിച്ച്. ഡി, വായന സംബന്ധിച്ച്. ഡിസ്ഗ്രാഫിയ എന്ന പഠന വൈകല്യം ഉണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് തരം പ്രയാസം ഉണ്ടാവുക? കൈയെഴുത്ത് സംബന്ധിച്ചുള്ള പ്രയാസമാണ് ഉണ്ടാവുക. 13 ബി ആണ്, കൈയെഴുത്ത് സംബന്ധിച്ച്. 14. താഴെ പറയുന്നവയിൽ കുട്ടികളെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ വിവരശേഖരണത്തിന് ഉപയോഗിക്കാവുന്നത്. താഴെ പറയുന്നവയിൽ കുട്ടികളെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ വിവരശേഖരണത്തിന് ഉപയോഗിക്കാവുന്നത്: എ, അഭിമുഖം. ബി, പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ. സി, റേറ്റിംഗ് സ്കെയിൽ. ഡി, മാനകീകൃത ശോധകങ്ങൾ, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്. ഉത്തരം ഡി ആണ്, മാനകീകൃത ശോധകങ്ങൾ അഥവാ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റുകൾ. ബാക്കിയുള്ളതിലൊക്കെ സബ്ജക്റ്റീവായ കാര്യങ്ങൾ വരും, വ്യക്തിനിഷ്ഠമായ കാര്യങ്ങൾ അവയിൽ പ്രതിഫലിക്കും. ഇത് വസ്തുനിഷ്ഠമായിരിക്കും അഥവാ ഒബ്ജക്റ്റീവ് ആയിരിക്കും. 15. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ മുതിർന്നവരും കുട്ടികളും തമ്മിലുള്ള ആശയവിനിമയം കുട്ടികളുടെ കഥ പറച്ചിൽ രീതിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന അന്വേഷണത്തിലാണ് അന്ന എന്ന ഗവേഷക. താഴെ പറയുന്നവയിൽ ഏത് കാഴ്ചപ്പാടായിരിക്കും അവർ തിരഞ്ഞെടുക്കുക? വ്യത്യസ്ത സംസ്കാരങ്ങളിൽ മുതിർന്നവരും കുട്ടികളും തമ്മിലുള്ള ആശയവിനിമയം കുട്ടികളുടെ കഥ പറച്ചിൽ രീതിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന അന്വേഷണത്തിലാണ് അന്ന എന്ന ഗവേഷക. താഴെ പറയുന്നവയിൽ ഏത് കാഴ്ചപ്പാടായിരിക്കും അവർ തിരഞ്ഞെടുക്കുക? എ, വൈഗോട്സ്കിയുടെ. ബി, പിയാഷെയുടെ. സി, ചോംസ്കിയുടെ. ഡി, ബ്രൂണറുടെ. ഉത്തരം എ ആണ്, വിഗോട്സ്കിയുടെ അഥവാ വൈഗോട്സ്കിയുടെ കാഴ്ചപ്പാടായിരിക്കും അവർ തിരഞ്ഞെടുക്കുക. എ ആണ് ഉത്തരം. 16. ഓരോ സംസ്കാരവും ആണിൽ നിന്നും പെണ്ണിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റ രീതിക്ക് പറയാവുന്നത്. ഓരോ സംസ്കാരവും ആണിൽ നിന്നും പെണ്ണിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റ രീതിക്ക് പറയാവുന്നത്: എ, ജെൻഡർ ഐഡന്റിറ്റി. ബി, ജെൻഡർ റോൾ. സി, ജെൻഡർ ബയാസ്. ഡി, ജെൻഡർ ടൈപ്പ്. ഉത്തരം ബി ആണ്, ജെൻഡർ റോൾ. ജെൻഡർ റോൾ എന്നാൽ ഓരോ സംസ്കാരവും ആണിൽ നിന്നും പെണ്ണിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റ രീതിക്കാണ് ജെൻഡർ റോൾ എന്ന് പറയുന്നത്. 17. റീത്ത കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലും ചിത്രം വരയിലും വളരെ താല്പര്യവും കഴിവുമുള്ള ആളാണ്. ഈ താല്പര്യത്തെ ഏത് ബുദ്ധിശക്തിയുമായി ബന്ധപ്പെടുത്താം? റീത്ത കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലും ചിത്രം വരയിലും വളരെ താല്പര്യവും കഴിവും ഉള്ള ആളാണ്. ഈ താല്പര്യത്തെ ഏത് ബുദ്ധിശക്തിയുമായി ബന്ധപ്പെടുത്താം? എ, യുക്തി ഗണിതപര ബുദ്ധി, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ബി, പ്രകൃതിപരമായ ബുദ്ധി, നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. സി, ശാരീരിക ചലനപര ബുദ്ധി, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. ഡി, ദൃശ്യ സ്ഥലപര ബുദ്ധി, വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലും ചിത്രം വരയിലും വളരെ താല്പര്യമുള്ള ആളാണ് റീത്ത. ഈ താല്പര്യത്തെ ഏത് ബുദ്ധിശക്തിയുമായി ബന്ധപ്പെടുത്താം എന്നാണ് ചോദ്യം. അപ്പോൾ ഡി ആണ് ഉത്തരം, ദൃശ്യ സ്ഥലപര ബുദ്ധി, വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്. ഡി ആണ് ഉത്തരം. ചോദ്യം 18. താഴെ പറയുന്ന ഏത് ബോധന മാതൃകയിലാണ് വൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ടീച്ചർ പല സ്കൂളുകൾ സന്ദർശിക്കേണ്ടി വരുന്നത്? താഴെ പറയുന്ന ഏത് ബോധന മാതൃകയിലാണ് വൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ടീച്ചർ പല സ്കൂളുകൾ സന്ദർശിക്കേണ്ടി വരുന്നത്? എ, ഡ്യുവൽ ബോധന മാതൃക, ഡ്യുവൽ ടീച്ചിങ് മോഡൽ. ബി, ഉൾപ്പെടുത്തിയുള്ള ബോധന മാതൃക, ഇൻക്ലൂസീവ് ടീച്ചിങ് മോഡൽ. സി, ഇറ്റിനറന്റ് ബോധന മാതൃക, ഇറ്റിനറന്റ് ടീച്ചിങ് മോഡൽ. ഡി, സംയോജിത ബോധന മാതൃക, ഇന്റിഗ്രേറ്റഡ് ടീച്ചിങ് മോഡൽ. ഇതിൽ ഏതിലാണ്
പഠന വൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ടീച്ചർ പല സ്കൂളുകൾ സന്ദർശിക്കേണ്ടി വരുന്നത്? ഉത്തരം സി ആണ്. ഇറ്റിനറന്റ് ബോധന മാതൃക, ഇറ്റിനറന്റ് ടീച്ചിങ് മോഡൽ. സി ആണ് ഉത്തരം. 19. ഒരു പ്രശ്നത്തിന്റെ വ്യത്യസ്ത അംശങ്ങൾ തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രശ്ന പരിഹരണം നടത്തുന്ന രീതി. ഒരു പ്രശ്നത്തിന്റെ വ്യത്യസ്ത അംശങ്ങൾ തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രശ്ന പരിഹരണം നടത്തുന്ന രീതി. എ. കണ്ടെത്തൽ അഥവാ ഡിസ്കവറി. ബി. ബ്രെയിൻ സ്റ്റോമിംഗ്. സി. ഉൾക്കാഴ്ച അഥവാ ഇൻസൈറ്റ്. ഡി. ഭാവന അഥവാ ഇമാജിനേഷൻ. ഉത്തരം സി ആണ്, ഉൾക്കാഴ്ച അഥവാ ഇൻസൈറ്റ്. അപ്പൊ ഇൻസൈറ്റ് അഥവാ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിന്റെ വ്യത്യസ്ത അംശങ്ങൾ തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രശ്ന പരിഹരണം നടത്തുന്ന രീതിയാണത്. സി ആണ് ഉത്തരം. 20. പിയാഷെയുടെ അഭിപ്രായത്തിൽ ട്രാൻസ്ഡക്റ്റീവ് റീസണിംഗ് ഏത് വികാസഘട്ടത്തിന്റെ പ്രത്യേകതയാണ്? പിയാഷെയുടെ അഭിപ്രായത്തിൽ ട്രാൻസ്ഡക്റ്റീവ് റീസണിംഗ് ഏത് വികാസഘട്ടത്തിന്റെ പ്രത്യേകതയാണ്? എ. ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. ബി. പ്രാഗ് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. സി. സമൂർത്ത ചിന്തന ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഡി. അമൂർത്ത ചിന്തന ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഉത്തരം ബി ആണ്, പ്രാഗ് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ബി ആണ് ഉത്തരം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, ഇംഗ്ലീഷിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 21. താഴെ പറയുന്നതിൽ അസുബലിന്റെയും ബ്രൂണറുടെയും പഠന സിദ്ധാന്തങ്ങളിൽ പൊതുവായുള്ളത്. താഴെ പറയുന്നവയിൽ അസുബലിന്റെയും ബ്രൂണറുടെയും പഠന സിദ്ധാന്തങ്ങളിൽ പൊതുവായുള്ളത് ഏതാണ്? എ. അറിവിന്റെ സ്വാംശീകരണം ലക്ഷ്യമിടുന്നു. ബി. കണ്ടെത്തൽ പഠനം നിർദ്ദേശിക്കുന്നു. സി. ഡിഡക്റ്റീവ് രീതി അനുവർത്തിക്കുന്നു. ഡി. ഇൻഡക്റ്റീവ് രീതി നിർദ്ദേശിക്കുന്നു. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? അപ്പൊ ശരിയായ ഉത്തരം എ ആണ്. അസുബലിന്റെയും ബ്രൂണറുടെയും പഠന സിദ്ധാന്തങ്ങളിൽ പൊതുവായിട്ടുള്ളത് അറിവിന്റെ സ്വാംശീകരണം ലക്ഷ്യമിടുന്നു എന്നതാണ്. എ ആണ് ഉത്തരം. 22. താഴെ പറയുന്നവയിൽ പഠന വൈകല്യത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? അല്ലാത്തതാണ് പറയുന്നത്. താഴെ പറയുന്നവയിൽ പഠന വൈകല്യത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? എ. നാഡീ സംബന്ധമായ വൈകല്യങ്ങൾ, ന്യൂറോളജിക്കൽ ഡിസ്ഫങ്ഷൻ. ബി. അക്കാദമിക പ്രവർത്തനങ്ങളിൽ നേരിടുന്ന പ്രയാസം, ഡിഫിക്കൽട്ടി ഇൻ അക്കാഡമിക് ടാസ്ക്സ്. സി. ജന്മസിദ്ധികളും പഠന നേട്ടവും തമ്മിലുള്ള അന്തരം, ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ അച്ചീവ്മെന്റ് ആൻഡ് പൊട്ടൻഷ്യൽ. ഡി. പൊരുത്തപ്പെടാനുള്ള പ്രയാസങ്ങൾ, ഡെഫിസിറ്റ്സ് ഇൻ അഡാപ്റ്റീവ് ബിഹേവിയർ. ഇതിൽ പഠന വൈകല്യത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ് എന്നാണ് പറയേണ്ടത്. ഡി ആണ് ഉത്തരം, പൊരുത്തപ്പെടാനുള്ള പ്രയാസങ്ങൾ. അത് പഠന വൈകല്യത്തിന്റെ സവിശേഷത അല്ല. ഡി ആണ് ഉത്തരം. 23. ഒരു വിദ്യാർത്ഥിയുടെ കഴിവുകളും മികച്ച പ്രകടനങ്ങളും നൈപുണികളും രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖ. ഒരു വിദ്യാർത്ഥിയുടെ കഴിവുകളും മികച്ച പ്രകടനങ്ങളും നൈപുണികളും രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖ ഏതാണ്? എ. അനക്ഡോട്ടൽ റെക്കോർഡ്. ബി. ക്യുമുലേറ്റീവ് റെക്കോർഡ്. സി. പോർട്ട്ഫോളിയോ. ഡി. വ്യക്തിചരിത്രം അഥവാ കേസ് സ്റ്റഡി. ഉത്തരം സി ആണ്, പോർട്ട്ഫോളിയോ. 24. താഴെ പറയുന്നവയിൽ മെക്ലലാൻഡിന്റെ അഭിപ്രേരണാ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത്. താഴെ പറയുന്നവയിൽ മെക്ലലാൻഡിന്റെ അഭിപ്രേരണാ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? എ. നേട്ടത്തിനുള്ള ആവശ്യം, നീഡ് ഫോർ അച്ചീവ്മെന്റ്. ബി. കൂട്ടുകൂടുവാനുള്ള ആവശ്യം, നീഡ് ഫോർ അഫിലിയേഷൻ. സി. അധികാരത്തോടുള്ള ആഗ്രഹം, നീഡ് ഫോർ പവർ. ഡി. നിലനിൽക്കാനുള്ള ആഗ്രഹം, നീഡ് ഫോർ സർവൈവൽ. ഇതിൽ മെക്ലലാൻഡിന്റെ അഭിപ്രേരണാ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ഡി ആണ്, നിലനിൽക്കാനുള്ള ആഗ്രഹം, നീഡ് ഫോർ സർവൈവൽ.
25. തൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി ഒരു മനഃശാസ്ത്രജ്ഞൻ നഴ്സറി കുട്ടികളുടെ സഹായ പെരുമാറ്റ രീതി അഥവാ ഹെൽപ്പിംഗ് ബിഹേവിയർ നിരീക്ഷിക്കുകയും അപ്പോൾ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ അദ്ദേഹം അനുവർത്തിക്കുന്ന പഠന രീതി, തൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി ഒരു മനഃശാസ്ത്രജ്ഞൻ നഴ്സറി കുട്ടികളുടെ സഹായ പെരുമാറ്റ രീതി അഥവാ ഹെൽപ്പിംഗ് ബിഹേവിയർ നിരീക്ഷിക്കുകയും അപ്പോൾ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ അദ്ദേഹം അനുവർത്തിക്കുന്ന പഠന രീതി എ. വ്യക്തി പഠനം കേസ് സ്റ്റഡീസ്, ബി. പരീക്ഷണ രീതി എക്സ്പെരിമെന്റൽ മെത്തേഡ്, സി. സ്വാഭാവിക നിരീക്ഷണ രീതി നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ, ഡി. സർവേ രീതി അഥവാ സർവേ മെത്തേഡ്. ഉത്തരം സി ആണ്. സ്വാഭാവിക നിരീക്ഷണ രീതി നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ, സി ആണ് ഉത്തരം. 26. കോഗ്നിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കോഗ്നിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എ. പുറമെയുള്ളതും നിരീക്ഷിക്കാവുന്നതുമായ പെരുമാറ്റം, ബി. പരിമാണാത്മക അഥവാ മെഷറബിൾ ആയ പെരുമാറ്റം, സി. ഓർമ്മ, ഡി. പെരുമാറ്റ സമയത്ത് ഒരു വ്യക്തിയുടെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഉത്തരം ഡി ആണ്. കോഗ്നിഷൻ എന്നാൽ പെരുമാറ്റ സമയത്ത് ഒരു വ്യക്തിയുടെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഡി ആണ് ഉത്തരം. 27. ബുദ്ധന്റെ വ്യക്തിത്വ സവിശേഷതകളെല്ലാം തന്നെ അഹിംസയെ അടിസ്ഥാനമാക്കി വിശദീകരിക്കാവുന്നതാണ്. ആൽപോർട്ടിന്റെ സിദ്ധാന്ത പ്രകാരം ഈ സവിശേഷതയ്ക്ക് പറയാവുന്നത് ബുദ്ധന്റെ വ്യക്തിത്വ സവിശേഷതകളെല്ലാം തന്നെ അഹിംസയെ അടിസ്ഥാനമാക്കി വിശദീകരിക്കാവുന്നതാണ്. ആൽപോർട്ടിന്റെ സിദ്ധാന്ത പ്രകാരം ഈ സവിശേഷതയ്ക്ക് പറയാവുന്നത് എ. കാർഡിനൽ ട്രൈറ്റ്, ബി. സെൻട്രൽ ട്രൈറ്റ്, സി. സെക്കൻഡറി ട്രൈറ്റ്, ഡി. സർഫസ് ട്രൈറ്റ്. ഉത്തരം എ ആണ്. കാർഡിനൽ ട്രൈറ്റ്. എ ആണ് ഉത്തരം. കാർഡിനൽ ട്രൈറ്റ്. 28. താഴെ പറയുന്നവയിൽ കുട്ടികളിൽ സഹകരണ മനോഭാവം വളർത്താൻ ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏതാണ്? താഴെ പറയുന്നവയിൽ കുട്ടികളിൽ സഹകരണ മനോഭാവം വളർത്താൻ ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏത്? എ. കഥ പറച്ചിൽ, ബി. കളികൾ, സി. സംവാദം, ഡി. ചിത്രരചനാ മത്സരം. ഉത്തരം ബി ആണ്. കളികൾ. കുട്ടികളിൽ സഹകരണ മനോഭാവം വളർത്താൻ ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം കളികളാണ്. ബി ആണ് ഉത്തരം. 29. കുട്ടികളുടെ വികാസത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഘടകം ഏതാണ്? കുട്ടികളുടെ വികാസത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഘടകം ഏത്? എ. കുടുംബം, ബി. സമസംഘം, സി. സ്കൂൾ, ഡി. സമൂഹം. ഉത്തരം എ ആണ്. കുടുംബം. കുട്ടികളുടെ വികാസത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഘടകം കുടുംബമാണ്. എ ആണ് ഉത്തരം. 30ാമത്തെ ചോദ്യം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നതനുസരിച്ചായിരിക്കും സാർവത്രിക എലിമെന്ററി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരം. ഏത് വിദ്യാഭ്യാസ കമ്മീഷൻ അഭിപ്രായമാണിത്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നതനുസരിച്ചായിരിക്കും സാർവത്രിക എലിമെന്ററി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരം. ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ അഭിപ്രായമാണിത്? എ. കോത്താരി കമ്മീഷൻ, ബി. മുതലിയാർ കമ്മീഷൻ, സി. ദേശീയ വിദ്യാഭ്യാസ നയം, ഡി. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. ഉത്തരം എ ആണ്. കോത്താരി കമ്മീഷൻ. ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് കോത്താരി കമ്മീഷനാണ്. എ ആണ് ഉത്തരം.